ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവർക്ക് എന്താ പറ്റിയേ? ബസുമതി, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയേ? എന്തു പറ്റാനാ? വയറിനെന്തോ അസ്വസ്ഥത പോലെ. ഓ അയ്യോ ഓ അയ്യോ, നിങ്ങൾ എന്തിനാ മോളെ അവിടെ നിൽക്കുന്നേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം മുത്തശ്ശി. ഞാനിപ്പോ വരാവേ. എന്ത് ബസുമതി എന്തേ? ഞാനിപ്പോ വരാവേ. എന്താ ഗിരിജ ഇത്? പെട്ടെന്ന് വരണേ. അയ്യോ നാത്തൂനെ, എന്താ ഗിരിജ? നാത്തൂനെ, കഥ തുറക്ക്. എന്താ നീ അവിടെ നിൽക്ക? നാത്തൂനെ, കഥ തുറക്ക്. പറ്റത്തില്ല. മോൾ അവിടെ ഇരിക്കും. സാറിന് ഇരിക്കും മോളെ. അമ്മ ഇന്നത്തെ ഫുഡൊക്കെ സൂപ്പർ ആയിരുന്നു. കഴിച്ചേ വയറ് നിറഞ്ഞു. ഞാൻ ഇപ്പൊ വരാം. ശരി. ഹായ്. എങ്ങോട്ട് പോവാ? ലുലു മാളില് ഷോപ്പിങ്ങിന് പോണു. എന്ത് കൂടെ വരണ? ഇതിനകത്ത് സാധാരണ എന്തിനാണ് പോകുന്നത്? അതിനെ തന്നെ പോകുന്നത്. അതിനകത്ത് ആളുണ്ട്. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത കണ്ടില്ലേ? ആഹാ, വെയിറ്റ് ചെയ്യണ. ഹലോ, വന്നേ, ഇങ്ങോട്ട് വന്നേ. എവിടെ പോണത്? ഇവിടെ ആളെ നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ പോട്ടെ ആദ്യം. തുറക്ക്. അയ്യോ, തുറക്കടോ. നീക്ക് അല്ലാതെ വീട്ടിലെ മനസ്സമാനം തരൂല. അല്ല ഇതെന്തോ ഓടുന്നേ? അയ്യോ അയ്യോ എന്റെ അമ്മേ. എടാ കൊടുക്ക. അയ്യോ എന്തോന്നിത്? ഇങ്ങോട്ട് മാറ്. എവിടെ പോയി? എനിക്ക് ഞാൻ പകുതിയായതേ ഉള്ളെന്ന്. കാര്യം ചെയ്യ, വാ നമുക്ക് ഒരുമിച്ച് പോവാം. വാ പോടാ അങ്ങോട്ട്. പിന്നെ അല്ലാതെ കുട്ടന്റെ അടുത്താണ് കളി. മോനെ, ഇതെന്താ? ഇവർക്ക് ഇതെന്ത് പറ്റി? അറിയില്ലമ്മേ. പൂർണിമേ, നാളെ രാവിലെ ഞാൻ ഓഫീസിൽ കാണും. നമുക്ക് അവിടെ വെച്ച് കാണാം. പൂർണിമേ, ഓക്കെ? തിരുമേനി വിളിച്ചിരുന്നു. കുടുംബക്ഷേത്രത്തിലെ ചടങ്ങ് എന്നത്തേക്ക് നടത്താനാ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു. ശരിയാണല്ലോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ. ഏത് ചടങ്ങിന്റെ കാര്യം അമ്മയെ പറയുന്നേ? തറവാട്ടിൽ പുതിയതായി വന്ന പെൺകുട്ടിക്ക് കുടുംബക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങിയ വള ഇടുന്നൊരു ചടങ്ങുണ്ട്. വീട്ടിലൊരു ഹോമൊക്കെ നടത്തിയിട്ടാ അത് ചെയ്യുന്നത്. മറ്റൊരു വീട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെ നമ്മുടെ കുടുംബത്തിലൊരാളായിട്ട് സ്വീകരിക്കുന്ന ചടങ്ങാ അത്. ഇവിടെ അങ്ങനെ ഒരു ചടങ്ങ് അവസാനം നടന്നത് സഹദേവന്റെ വിവാഹശേഷ അല്ലേ മഹി? അതെ, അതാ പൂർണ്ണിമയ്ക്ക് ഓർമ്മയില്ലാത്തത്. പൃഥ്വിയുടെ വിവാഹത്തിന് കുറച്ചു ദിവസം മുമ്പ് അമ്മ ഈ ചടങ്ങിന്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ടുപോയി. അത് സാരില്ല. വിവാഹശേഷം 3 മാസത്തിനുള്ളിൽ നടത്തണമെന്നേ ഉള്ളൂ. 108 ദിവസത്തിന്റെ കണക്കോ മറ്റോ ദേവേട്ടന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും ദിവസത്തേക്ക് വെച്ച് താമസിപ്പിക്കുന്ന എന്തിനാ? നമുക്ക് അത് ഉടനെ അങ്ങ് നടത്താം. അതെ, ഞാൻ ഇന്ന് തന്നെ തിരുമേനിയെ വിളിച്ച് സംസാരിക്കാമേ. ഉടനെ തന്നെ ചടങ്ങ് നടത്താനുള്ള ഏർപ്പാടും ചെയ്യാം. പൃഥ്വിയോടും അഷിതോടും ഡേറ്റ് ഒന്ന് ചോദിച്ചിട്ട് തീരുമാനിച്ചാ മതി. ശരി അമ്മ. ബസുമതി, അയ്യോ എത്ര നേരമായി ഞാൻ നിങ്ങളെ വിളിക്കുന്നേ? എന്റെ അമ്മേ. അയ്യോ അമ്മേ, ഇവർക്ക് എന്താ പറ്റിയേ? ബസുമതി, അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയേ? എന്തു പറ്റാനാ? വയറിനെന്തോ അസ്വസ്ഥത പോലെ. ഓ അയ്യോ ഓ അയ്യോ, ഓ
അമ്മേ നാത്തൂനെ 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 ഒന്ന് തുറക്ക്. ഇപ്പൊ തുറക്കാൻ പറ്റത്തില്ല. എന്താ മോനെ ഇത്? നാത്തൂനെ വേഗം ഒന്ന് ഇറങ്ങി ഇപ്പൊ പോവാം. അങ്ങോട്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ഇങ്ങനെ ആയത് എങ്ങനെയാ? അയ്യോ, ചില സമയത്ത് അങ്ങനെ അമ്മേ പിടിച്ചാ കിട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ചെങ്ങനെ വയറിന് പ്രശ്നം വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മോനെ, ഒരു കാര്യം എനിക്ക് തോന്നുന്നതേ, ആ. ഇവർ രണ്ടുപേരും കൂടി നമുക്ക് തരാതെ എന്തോ കഴിച്ചിട്ടുണ്ട്. ആ. ആ. അയ്യോ എന്റെ അമ്മേ, പിന്നെ അയ്യോ ഗിരിജ ഇറങ്ങി മാറ്. എന്റെ അമ്മേ, എന്താ ഇത്? അല്ല, നമുക്ക് രണ്ടുപേർക്കും തരാതെ നിങ്ങൾ എന്താ കഴിച്ചേ? ഹോസ്പിറ്റലിൽ പോണോ അപ്പച്ചി? നീ ഞങ്ങൾ ഒരിടത്തും കൊണ്ടുപോണ്ട. കുറച്ച് സമാധാനം തന്നാ മതി. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ ദുർഗേ? ഭൂമി പിളർന്നു പോയാലും അഹങ്കാരം മാറാത്തതാണ് എന്റെ മോളും മരുമോളും. ആ. ഇവരോട് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ആ. കൊച്ചോളെ കണ്ടിട്ടേ അമ്മ അധികം അഹങ്കരിക്കണ്ട. ഇവളെപ്പ അങ്ങ് പോവും. പിന്നെ എന്തേലും ആവശ്യത്തിന് ഞങ്ങളെ കാണൂ. ഓ. ആ. പിന്നെ പിന്നെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് നന്നായിട്ട് അറിയാം. ആ. നിങ്ങളല്ലേ എന്നെ നോക്കാൻ പോണത്. ഓ. ദുർഗ, ലേറ്റായി, നമുക്ക് ഇറങ്ങിയാലോ? ആ ശരി. നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് മനസ്സിലാക്കി ഒന്നിച്ചവരാ. ആ സ്നേഹം എന്ന് നിലനിൽക്കണം. ആ. ഒരു വാശിയുടെയും പിണക്കത്തിന്റെയും പേരില് പരസ്പരം വഴക്കിടുകയോ അകന്നിരിക്കുകയോ ചെയ്യരുത്. അങ്കിള് പേടിക്കണ്ട, ദുർഗയെ ഞാൻ വിഷമിപ്പിക്കില്ല. അത് മതി മോനെ. മോനറിയോ, ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചതാ എന്റെ ദുർഗമോള്. ഇനിയുള്ള അവളുടെ ജീവിതത്തിലെ സന്തോഷം മാത്രം ഉണ്ടായാ മതി. ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശി, എന്റെ ലൈഫിലെ ഭാഗ്യോ ദുർഗ. ആ ഭാഗ്യം ഞാൻ നഷ്ടപ്പെടുത്തില്ല. കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാരും ഇങ്ങനെ പറയും. മുന്നോട്ട് പോകുമ്പോ ഈ സ്നേഹമൊക്കെ ഉണ്ടായാ മതി. നമ്മൾ ഇതൊക്കെ എത്ര കേട്ടിട്ടുള്ളതാ നാത്തൂനെ. അയ്യോ. ഇങ്ങനെ പറഞ്ഞവരൊക്കെ ബന്ധം പിരിഞ്ഞിപ്പോ രണ്ടു വഴിക്കാ. രണ്ടുപേരും വാ തുറന്ന നല്ലതൊന്നും പറയില്ല. ഓ, ഇങ്ങനെ രണ്ടെണ്ണം. നിങ്ങൾ പോയിട്ട് വാ. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ അച്ഛാ? പോയിട്ട് വാ മോളെ. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. ശരി, ബാ. പോയി തരാമോ? എന്താ ഗിരിജ? അയ്യോ ഗിരിജ, അയ്യോ ചേട്ടാ, എന്റെ ദൈവമേ. അയ്യോ എടി ഗിരിജ, തുറക്ക്. പറ്റില്ല.